ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ ട്രേഡ് പ്ലാൻ എങ്ങനെയുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പെയറിൻ്റെ ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഓൺ ആക്കിയില്ല. മൈ എഫ് എക്സ് ബുക്കാണ് ഞാൻ നോക്കാറ്. നിങ്ങളൊക്കെ മറ്റ് ഫണ്ടഡ് ഫേംസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഫോറസ്റ്റ് ഫാക്ടറി നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇന്ന് നമുക്ക് 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ന്യൂസ് റിലീസ് വരാനുണ്ട്. ഇനീഷ്യൽ ജോബ് ക്ലെയിംസിൻ്റെയാണ് വരാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. USD പ്രത്യേകിച്ച് ഗോൾഡൊക്കെ ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ ശ്രദ്ധിച്ച് മാത്രം ട്രേഡിംഗ് ആക്ടിവിറ്റിയിലേക്ക് ഇറങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം. അത് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവിടെ വരെ എന്തൊക്കെ ആ സമയം വരെ ഒന്നല്ലെങ്കിൽ ആ സമയം വരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ സമയത്തിന് ശേഷം എൻട്രി എടുക്കുക. ആ ന്യൂസ് വരുന്ന സമയത്ത് പരമാവധി ട്രേഡിംഗ് അവോയ്ഡ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ജസ്റ്റ് ഒരു മോർണിംഗ് അപ്ഡേറ്റ്, നിങ്ങളൊരു ട്രേഡൊക്കെ എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ഇൻട്രസ്റ്റും കൂടി നിങ്ങളൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പോലെ അത്രയും അഗ്രസീവ് ഒന്നുമല്ല ഇവിടുത്തെ ഡാറ്റ. എന്നാലും നിങ്ങൾക്ക് ഓപ്പൺ ഇൻട്രസ്റ്റിലെ ലൈവായിട്ടുള്ള ഡാറ്റ കിട്ടാനായിട്ട് ട്രേഡ് അബൌട്ട്സിൻ്റെ അക്കൗണ്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾക്ക് കൃത്യമായിട്ട് ലൈവായിട്ടുള്ളത് അറിയാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ ഈ കാണുന്നതാണ് കോൾ ഓപ്ഷൻ്റെ ഇത്, അതേപോലെ ഈ കാണുന്നതാണ് പുട്ട് ഓപ്ഷൻ്റെ ഇത്. കോൾ ഓപ്ഷൻ ആൾക്കാർ വാങ്ങിക്കുന്നത് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് പോകുമെന്ന പ്രതീക്ഷയിലായിരിക്കും എല്ലാവരും കോൾ ഓപ്ഷൻ ബൈ എടുക്കുന്നത്. അതേപോലെ തന്നെ പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ മാർക്കറ്റ് ഡൗൺ ആകും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കും. ഫ്യൂച്ചറിൻ്റെ പ്രൈസിൻ്റെ അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും ഇവർ പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനൊക്കെ ബൈയിങ് എടുക്കാം. ഇവിടെ വളരെ പെട്ടെന്ന് ശ്രദ്ധിച്ചറിയാൻ പറ്റും, കോൾ ഓപ്ഷനിൽ നമുക്ക് ചേഞ്ചസ് വളരെ നെഗറ്റിവിറ്റിയാണ്. അതായത് ട്രെൻഡ് കുറച്ച് നെഗറ്റീവാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ പുട്ട് ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 സ്ഥലത്ത് ആണ് നെഗറ്റിവിറ്റി ഉള്ളത്. ബട്ട് എല്ലാ സ്ഥലത്തും നല്ല അഗ്രസീവായിട്ടുള്ള ബൈയിങ് ആക്ടിവിറ്റി ഉണ്ട്. നിങ്ങളിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നോക്കാം. നമുക്ക് ഇനിയിപ്പോൾ എവിടേക്കാണ് സപ്പോർട്ടുള്ളതെന്ന് കണ്ടെത്താനായിട്ട് കോൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ എല്ലാ സ്ഥലത്തും നെഗറ്റീവാണ്. നമുക്കിപ്പോൾ ട്രേഡ് നടക്കുന്നത് 2902 എന്ന് പറയുന്ന പ്രൈസിലാണ് ട്രേഡ് നടക്കുന്നത്. 2885 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലാണ് ചെറുതായിട്ടെങ്കിലും കോൾ ഓപ്ഷൻ ബയേഴ്സ് ഉള്ളത്, ചേഞ്ച് പോസിറ്റീവായിട്ട് നിൽക്കുന്നത്. അത് മേ ബി അവിടെ വരെ വരാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അതേപോലെ തന്നെ പുട്ട് ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 2915 പുട്ട് ഓപ്ഷനിൽ ആർക്കും അധികം താല്പര്യമില്ലാത്തത്. അതേപോലെ 2895 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലും അധികം താല്പര്യമില്ല. ഇപ്പോൾ മാർക്കറ്റ് അതിനും കുറച്ചൊരു 50 പിപ്സിന് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് 2880 85 എന്താ മാർക്കറ്റിൽ ഈ ഒരു സമയത്ത് നടന്നിട്ടുണ്ടോ, ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് വന്നിട്ടുണ്ടോ, അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കി അറിയാം. ഏകദേശം 2890 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് വരെ വന്നിട്ടുണ്ട്, നെഗറ്റിവിറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അവിടെ നിന്നും സപ്പോർട്ട് എടുത്ത് പോയതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു സമയത്ത്. ഇപ്പോൾ സമയം 3:05. അപ്പോൾ ഈ ഒരു സമയത്ത് വരെ 2885 ചെറുതായിട്ട് സപ്പോർട്ട് ഉള്ളത് കൊണ്ടായിരിക്കും മേ ബി അവിടെ നിന്ന് റിവേഴ്സ് പോയേക്കുന്നത്. അതിനുശേഷം മേ ബി ഇനി തിരിച്ചു വരാനും ന്യൂയോർക്ക് സെക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തിരിച്ചു വന്ന് സപ്പോർട്ടൊക്കെ എടുത്ത് മേ ബി ബ്രേക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞു, ഒരു ഇന്ത്യൻ മാർക്കറ്റ് പോലെ അത്രയും അഗ്രസീവ് ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമുക്കൊരു വിഷ്വലി നമ്മൾ മാർക്കറ്റ് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പറയുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു അസംഷനിൽ എത്തുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഇത്. അതേപോലെ നമ്മൾ ഇന്നത്തെ ട്രേഡ് പ്ലാൻ വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു 30 മിനിറ്റിൻ്റെ നമ്മൾ പ്രൊഫൈൽ ബേസ് ചെയ്തിട്ട് ഞാൻ ഒരു ട്രേഡ് പ്ലാൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിവിടെ ഓൾറെഡി വോളിയം പ്രൊഫൈലിൻ്റെ ഒരു ലെവൽസാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ലൈൻസൊക്കെ ഞാനിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 2880 എന്ന് പറയുന്ന 85 എന്ന് പറയുന്നൊക്കെ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ട്രേഡ് ആക്ടിവിറ്റീസ് ഞാൻ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ദിവസം കൂടെ ഒന്ന് ടച്ച് ചെയ്തു, ഒരു ദിവസം കൂടി ടച്ച് ചെയ്തു, 3 ദിവസം അങ്ങനെ ഏകദേശം അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. 2887 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച്, 8780 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചാണ് ഒന്ന് പ്ലാൻ ചെയ്തത്. ബട്ട് ഒരു 3 തവണയൊക്കെ മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഇത് ബ്രേക്ക് ചെയ്താൽ കൂടുതൽ പാനിക് ആവാനുള്ള ഒരു സിറ്റുവേഷനും കൂടി മാർക്കറ്റിലുണ്ട്. അതേപോലെ നമുക്ക് പ്രൊഫൈൽ നോക്കിയാലും അതേ രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാം. ഇത്രയും ഏരിയയിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ പ്രൊഫൈൽ ശ്രദ്ധിച്ചാൽ ഈ ഒരു ഇത്രയും ഏരിയയിൽ യാതൊരു തിക്നെസ്സോ മാർക്കറ്റിനോ ഒന്നുമില്ല. ഫ്ലാഷ് മൂവ്മെൻറ്റ്സ് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ളത് വരുന്നത്. ബട്ട് ഈ ഒരു ഏരിയയിൽ മാത്രമാണ് അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് സോൺ ആയിട്ടുള്ളത്. മേ ബി ഈ ഒരു 2887 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 3 തവണ റീടെസ്റ്റ് ചെയ്ത ഏരിയയിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് റിവേഴ്സിൽ പോയ ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പാനിക് ആയിട്ടുള്ള സിറ്റുവേഷൻ വരാനുള്ള സാധ്യത വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. കാരണം വേറെ ഒന്നല്ല, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ വലിയ രീതിയിലുള്ള സപ്പോർട്ട് സോണൊന്നും അധികമില്ല. പിന്നുള്ളത് 2875 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചാണ്. പക്ഷേ അത് അത്രയും എടുക്കോ, മാർക്കറ്റ് സപ്പോർട്ട് എടുക്കോ, അങ്ങനെയുള്ള കാര്യങ്ങളോട് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇത്രയും ഏരിയകളാണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. 2875 2885 ആയിരുന്നു. അതിന് തൊട്ട് മുമ്പേ 20 പിപ്സ് മുമ്പേ ഒന്ന് റിവേഴ്സ് പോയിട്ടുണ്ട് മാർക്കറ്റ്. അതേപോലെ തന്നെ ഇവിടെ അധികം തിക്നെസ്സും കാര്യങ്ങളൊന്നുമില്ല, മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ വളരെ കുറവായിരുന്നു. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു പോയിന്റ് 2870 കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്തായാലും 2800 2790 വന്ന് നിൽക്കാനുള്ള സാധ്യതകളാണ്, പ്രോബബിലിറ്റിയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റേഞ്ചാണ് ഞാൻ ഓൾറെഡി ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത്. വേറെ ഒന്നല്ല, ഇവിടെ നോക്കിയിട്ട് അറിയാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഏരിയയിൽ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. റീറ്റെയിലേഴ്സിൻ്റെ എൻട്രീസ് വരുമ്പോഴാണ് സാധാരണ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് വരാറ്. എന്തായാലും 2800 2790 2845 43 പ്രൈസ് റേഞ്ചും നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക.
അതേപോലെ ഇപ്പോൾ ലോ വന്നേക്കുന്ന ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇനി മാർക്കറ്റ് 2875 ചിലപ്പോൾ ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് എടുക്കാൻ സാധ്യത. ഇപ്പോൾ ഇന്നത്തെ ഒരു ഹൈ പോയേക്കുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് കഴിഞ്ഞ വീക്കിൽ പോയേക്കുന്ന വാല്യൂ ഏരിയ, കഴിഞ്ഞ വീക്കിൻ്റെ വാല്യൂ ഏരിയയിലാണ് വന്ന് മാർക്കറ്റ് ഇന്നൊരു റെസിസ്റ്റൻസ് ഫോം ചെയ്തേക്കുന്നത്. ഈ കാണുന്ന ഏരിയയാണ് ഇന്നിപ്പോൾ മാർക്കറ്റ് ഹൈ പോയത്. ഇന്നലത്തെ കൂടി ഹൈ ആണ് 27. ഇന്നലെ മാർക്കറ്റ് ഹൈ എടുത്ത് പോയേക്കുന്നത് കഴിഞ്ഞ വീക്കിലെ വാല്യൂ ഏരിയ ഹൈയിലാണ് മാർക്കറ്റ് വന്ന് റെസിസ്റ്റൻസ് ആയിട്ട് ഫോം ചെയ്ത് നിന്നേക്കുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ എപ്പോഴും ഓർമ്മയിലേക്ക്, കഴിഞ്ഞ വീക്കിലെ വാല്യൂ ഏരിയ ലോക്ക് താഴെയാണ് മാർക്കറ്റ് ഈ വീക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ മാർക്കറ്റ് വീക്ക്നെസ് ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ട്രേഡ് പ്ലാൻസ് ഇനിയിപ്പോൾ നമുക്കൊരു ഹയർ റേഞ്ചിലേക്കൊക്കെ പോയാൽ തന്നെ നമുക്ക് ഈ ഒരു റേഞ്ചൊക്കെ 2953 നമുക്ക് നല്ല രീതിയിലുള്ള സെല്ലിംഗ് ആക്ടിവിറ്റിക്കും അതേപോലെ ഇവിടെയൊക്കെ റെസിസ്റ്റൻസ് ഫോം ചെയ്തേക്കുന്നത് കഴിഞ്ഞ വീക്ക്ലി പ്രൊഫൈൽസ് ഒക്കെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെയാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഏരിയ ഒക്കെ വളരെ ശ്രദ്ധിച്ച് മാത്രം ട്രേഡിംഗ് ആക്ടിവിറ്റി എടുക്കുക. അപ്പോൾ ഇന്ന് വന്നേക്കുന്നതൊക്കെ ലെവൽസ് എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ള വാല്യൂ ഏരിയ ലോക്കിയൊക്കെ താഴെയാണ് മാർക്കറ്റ് ഇപ്പോഴും ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചേക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ട്രേഡ് പ്ലാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ട്രെൻഡ് സ്ലൈറ്റ്ലി നെഗറ്റീവാണ്, ബട്ട് നമുക്ക് ഇവിടെ ലിക്വിഡിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ലിക്വിഡിറ്റി ഉള്ള ഒരു ഏരിയ 2075 അതേപോലെ നമുക്ക് താഴത്തേക്ക് പോയാൽ 2840 ഉണ്ട്. നമുക്ക് ഒന്നുകൂടി താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നല്ല അത്യാവശ്യം 2826 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഒരു ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ 2826 നമ്മൾക്ക് ഇവിടെ എന്തെങ്കിലും സപ്പോർട്ടീവായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളോട് നിങ്ങൾ അനലൈസ് ചെയ്യുക. ഇവിടെയാണ് 2826 എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു റേഞ്ചൊക്കെ ആയിട്ട് വരും. ഈ ഒരു ചെറിയ നോഡ് കിടക്കുന്ന ഇവിടെ ഒരു ആക്ടിവിറ്റി ഉള്ള ഒരു ഏരിയ ആയിരിക്കും വരിക. ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് സപ്പോർട്ടീവായിട്ട് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ലിക്വിഡിറ്റി എവിടേക്കാണ് കിടക്കുന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കുക. അതിനുശേഷം നമുക്ക് ലിക്വിഡിറ്റി ഒക്കെ വന്നതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളോട് കിട്ടും. ഇപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ട് റീസൺ എന്ന് പറയുന്നത് അത്യാവശ്യം ഓർഡേഴ്സൊക്കെ സീപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സ്വീപ്പ് ചെയ്യുന്നു, ഏഷ്യൻ സെഷൻ സ്വീപ്പ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കില്ല പഠിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് സെൽ സ്വീപ്പ് വന്നിട്ടുണ്ട്, സെൽ സ്പൈക്ക് വന്നിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ബൈയിങ് ആക്ടിവിറ്റി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് സെല്ലിംഗ് എടുത്ത സ്ഥലത്ത് നിന്ന് ഇവിടെ നല്ല ഒരു ഐസ്ബർഗ് ഓർഡറാണ് ഈ കാണുന്നത് 137 കാണുന്നത്. അത്യാവശ്യം നല്ല ബിഗ് പ്ലേയേഴ്സിൻ്റെ ഒരു എൻട്രി ആയിരുന്നു അത്. അവിടെ നിന്നാണ് മാർക്കറ്റ് സെല്ലിംഗ് ആക്ടിവിറ്റി എടുത്ത് താഴത്തേക്ക് പോന്നേക്കുന്നത്. അതിനുശേഷം ഇവിടെ അത്യാവശ്യം നല്ല ബൈയിങ് ഐസ്ബർഗ് വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവിടെയും ഐസ്ബർഗ് ഓർഡറൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് മാർക്കറ്റ് മൂവ്മെൻറ്റിലേക്ക് പോയത്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും അഡ്വാൻസ് ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ അത്യാവശ്യം നല്ല ബെനിഫിറ്റ് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും